ഷിനോജ് എസ് ടി ചേരുന്നു. ആശാപ്രവർത്തകരുടെ വീടുകളിൽ നിന്നുമാണ് വിവരങ്ങൾ ഷിനോജ് നൽകുക. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഈ ആശാപ്രവർത്തകർ ഇത്രയും ദിവസമായി 47 ദിവസമായി സമരത്തിലാണ്. 6 ദിവസം പിന്നിട്ടിരിക്കുന്നു, 7-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു അവരുടെ നിരാഹാര സമരം. ഇവരുടെയൊക്കെ വീടുകളിലെ അവസ്ഥ അതീവ ശോചനീയമാണെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷിനോജ്? മൊത്തത്തിൽ തിരുവനന്തപുരത്തെ ആശാപ്രവർത്തകരുടെ സമരം 47 ദിവസം ആവുകയാണ്. ആശാപ്രവർത്തകരുടെ സമരം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ CPM സർക്കാരിനൊക്കെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് കാണും. കാരണം ഭരണത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന സമരം എന്ന് തന്നെ ആണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭരണത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന സമരത്തിൽ പങ്കാളിയായ ഒരു ആശാപ്രവർത്തകയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കോട്ടയം താഴത്തങ്ങാടി സ്വദേശിനിയായിട്ടുള്ള ലിസമ്മയാണ് നമുക്കിപ്പോൾ ചേരുന്നത്. ലിസമ്മയുടെ വീടും ലിസമ്മയാണ് ഇവിടെ കാണുന്നത്. ഈ വീട് കണ്ടാൽ സ്വന്തം വീടല്ല, ഏകദേശം 1 വർഷത്തോളമായി ലിസമ്മ 3 വർഷത്തോളമായി ലിസമ്മ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടയം താഴത്തങ്ങാടിയിലെ വീടാണ്. ലിസമ്മ തന്നെ ഏകദേശം 1 വർഷത്തോളമായി ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്ന ആളാണ്. ശ്വാസം മുട്ടലൊക്കെ കാരണം. ലിസമ്മയ്ക്ക് ഒരു മകളുണ്ട്. മകളാണെങ്കിൽ മാനസിക പ്രശ്നങ്ങളുമായി ചികിത്സയിൽ കഴിയുന്ന ആളാണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. ചേച്ചി, നിങ്ങൾ ഇത്തരത്തിൽ 47 ദിവസമായി സമരം ചെയ്യുന്നു. എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ സർക്കാരിൻ്റെ ഭാഗത്ത്? സർക്കാരിൻ്റെ ഭാഗത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്ര അനുഭവങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ചിട്ട് അവർ അതിനപ്പോൾ ഇത് അനുകൂലമായിട്ട് ഒരു മറുപടി അവർ തന്നിട്ടില്ല. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഭൂരിപക്ഷം ഇതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിലും CITUക്കാരാണ് കൂടുതലുള്ളത്. അവർ നമ്മളെ കൊണ്ടുപോയത് ഇതിനകത്ത് ഒരു CITUക്കാരൻ നമ്മൾ ഈ ആശാപ്രവർത്തകയായിട്ട് വന്നിട്ട് CITUവോ കോൺഗ്രസ്സോ BJP ഒരുത്തരും ഒരു സംഘടനയായിട്ട് ഞങ്ങളുടെ അടുക്ക വന്നിട്ടില്ല അവരോട് കൂടെ നിൽക്കാൻ. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ പൈസ കൂട്ടുന്ന കാര്യത്തിന് റസ്തൽ മരിച്ചുപോയി. ആ പിള്ളേരൊക്കെ ഞങ്ങൾ ചെന്ന് ഞങ്ങളെ ഓടിക്കുകയായിരുന്നു അവിടുന്ന് ചെയ്തത്. ഞങ്ങൾക്ക് ഇതിന് അനുകൂലമായിട്ടൊരു മറുപടി ഞങ്ങൾക്ക് തന്നില്ല. അപ്പം ഇവർ ഞങ്ങളെ വിളിച്ചു ഇതായിട്ട് ആശാവർക്കറിനെ ഒരു നേതൃത്വം ഇവർ വിളിച്ചതുകൊണ്ട് ഇവരുടെ കൂടെ ഞങ്ങൾ ആദ്യം മുതൽ ഞങ്ങളുടെ കൂടെ ഇവരെല്ലാം ഞങ്ങൾ കോട്ടയത്തെ ജില്ലാശുപത്രിയിലെ ആശമാരെല്ലാം ഇവരുടെ കൂടെ നിന്നവരാണ്. ഈയിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെണ്ണുങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലെടുക്കൽ അവർ മാറി വേറെ ഇതിൽ പോയി. പക്ഷേ അതിനകത്ത് നിൽക്കുന്നവരും കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് അവിടെ നിൽക്കുന്നവരും. ഈ 1 മാസം ചികിത്സയ്ക്ക് മകളിപ്പോൾ ഒക്കെ ആയിട്ട് ഒരു ചേച്ചിയുടെ ചികിത്സ, ചേട്ടൻ്റെ ചികിത്സ, 1 മാസം ചികിത്സയ്ക്ക് എത്ര രൂപ വേണം? എനിക്ക് 3600 രൂപ ആവും. എനിക്ക് പുള്ളിക്ക് കണ്ണിൻ്റെ അതും ജില്ലാശുപത്രി തന്നെ ഞങ്ങൾ കാണിക്കുന്നു. മോള് ഇങ്ങനെ ജില്ലാശുപത്രി മെഡിക്കൽ കോളേജിൽ കുറച്ച് നാൾ കടന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി പിന്നെ അങ്ങോട്ട് പോകാൻ മേലാത്തൊരവസ്ഥ ഞങ്ങൾക്ക് വന്നു. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോകാതായത്. പിന്നെ ഈ മേഴ്സി ഹോസ്പിറ്റൽ എന്ന് പറയും, അവിടുത്തെ ചികിത്സയായിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. 4 വർഷമല്ല, 18 വയസ്സായപ്പോൾ തുടങ്ങിയ അസുഖമാണിത്. നമ്മളിങ്ങനെ ഓരോരുത്തത് കൊണ്ടുപോകുമ്പോഴും കുറയും ഇങ്ങനെ പറഞ്ഞ് മാറി ഇപ്പോൾ വയസ്സ് 41 ഒക്കെ. മരുന്ന്, നിലവിലെ വാടക ഇതെല്ലാം കൂടെ ചേരുമ്പോൾ പെൻഡിങ്ങിലാണ് വന്നത്. ഇങ്ങനെ ഓടിച്ചു പോകുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചൊക്കെ തിരിച്ചു ഓടി. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാനെന്ന് പറയുന്ന ആൾ സിനിമ നടൻ അച്ഛൻ കുഞ്ഞിൻ്റെ മകളാണ് ഞാൻ. പക്ഷേ ഇത് പറഞ്ഞിട്ടൊന്നുമല്ല, ആ ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളോ ഒന്നും അന്വേഷിക്കാനോ എടുക്കാനോ ഒന്നും ആരും ആ ഇതിൽ നിന്ന് വന്നിട്ടില്ല. നിലവിലെ ഇൻസെൻറ്റീവ് ഓണറേറിയം കൂടി എത്ര രൂപ കിട്ടും? 10 രൂപ അടുത്ത് കിട്ടും. അത്രയുള്ളൂ. 10 രൂപ തികച്ച് എനിക്ക് കിട്ടിയിട്ടില്ല ഇന്ന് വരെ. ഞാൻ പറഞ്ഞു, കോട്ടയം മുനിസിപ്പാലിറ്റി 20-ാം വാർഡെന്ന് പറഞ്ഞാൽ കടകളാണ് മുഴുവൻ. വീടുകളുണ്ടെങ്കിലേ ഉള്ളൂ, ഗർഭിണികളെ കുട്ടികളെ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക്. അതും കൂടുതലും പൈസക്കാർ. അവരാരും ജനറൽ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് വരികയില്ല. പിന്നെ തിരുവനന്തപുരത്തിന് സമരത്തിന് പോകുന്ന സമയത്ത് മകളെ ഇവിടെ വീട്ടിലാക്കിയിട്ടാണോ പോകുന്നത്? അതെ, ആക്കിയിട്ടാണ് പോകുന്നത്. അതിനൊന്നും കുഴപ്പമില്ല, നിന്നോളും, കുഴപ്പമില്ല. രാവിലെ എല്ലാം ഉണ്ടാക്കി പെറുകി വെച്ചിട്ട് ഞാൻ പോയേച്ചാൽ മതി, കുഴപ്പമില്ല. ഇതിനകത്തിരിക്കും, പുറത്തെങ്ങും പോവുകയില്ല. പിന്നെ പോകുന്നത് ഡോക്ടറെ കാണാൻ പോകും. അവർക്ക് ഷുഗറും ഇപ്പോൾ ഉണ്ട്, അതിന് ചികിത്സിക്കുന്ന ജില്ലാശുപത്രിയിലാണ്, അതിന് പോകും. ഈ 50 ദിവസത്തോടെ അടുക്കുകയാണ്. സർക്കാരിന് ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷയില്ല. ഞങ്ങൾ ഇന്നലെ ഇത് സംസാരിച്ചു. കാരണം ഈ 30 കഴിയുമ്പോൾ ഞങ്ങൾ 2 മാസമായി ജോലിക്ക് കയറിയിട്ട്. ഫെബ്രുവരി മാസത്തിൽ 20-ാം തീയതി മുതൽ സമരം തുടങ്ങി. ആ സമരത്തിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്തവരാണ്. ഞങ്ങളുടെ മാത്രം പൈസ അവർ പിടിച്ചു വെച്ചിരിക്കുക, ഞങ്ങൾക്ക് തരുന്നില്ല. മറ്റവരുടെ എല്ലാം ഫെബ്രുവരിയിൽ ഓണറേറിയോ ഇൻസെൻറ്റീവ് അവർക്ക് കൊടുത്തു. ഞങ്ങൾക്കതും കിട്ടിയിട്ടില്ല. വാടക എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്? വാടക ഇപ്പോൾ 8 മാസമായി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അതൊക്കെ വന്ന് ചോദിച്ചു, കുറേ നാളായി തന്നിട്ടെന്നും പറഞ്ഞ്. പിന്നെ വേറൊരിടത്തുനിന്ന് ചെയ്ത് ഒരു 25 രൂപ അവർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഒരു 6-7 മാസത്തെ വാടക കിടക്കുക. CPMൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഭരണത്തെ അട്ടിമറിക്കാനൊക്കെ നിൽക്കുന്ന ആളുകളാണ് ഇവർ. 7-8 മാസമായി വാടക കൊടുത്തിട്ട് മരുന്നിന് എത്ര രൂപയാകുന്നു. ഒരു മകളുള്ളത്
അകത്ത് ഉറങ്ങി എണീറ്റിട്ടില്ല, മാനസിക രോഗിയാണ്. അങ്ങനെയൊക്കെ കഴിയുന്ന കുടുംബങ്ങളാണ് ഇവരാണ് ഇത്തരത്തിൽ തങ്ങളുടെ വേതനം ഒന്ന് കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടി തങ്ങളുടെ കൂലിക്ക് വേതനം ചോദിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ സമരത്തുമായി മുന്നോട്ട് പോകുന്നത്. ചേട്ടൻ കൂടി ചേരുക. ചേട്ടാ, ഈ ചേച്ചി ഈ സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോകുന്ന സമയത്തൊക്കെ ചേട്ടനാണ് കൂടെയുള്ള വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെ. ചേട്ടൻ്റെ പ്രശ്നം എന്താ? കണ്ണിനാണ്? അതിൻ്റെ ഒരു കണ്ണിന് കംപ്ലീറ്റ് കാഴ്ച ഇപ്പം പോയി. അതൊരു വർഷമായിട്ട് പോയി. ആകെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട്. നിങ്ങളും എന്താണ് ഒരാഗ്രഹം എന്താ? ഇത്തരത്തിലൊരു സമരം വിജയിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പോഴും? സമരം വിജയിക്കാൻ പ്രയാസമായിട്ടാണ് കാണുന്നത്. വിജയിക്കുകയാണെങ്കിൽ ഇത്രയും ദിവസമായില്ലേ, അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അത് ചർച്ചയ്ക്ക് വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. ഒന്നും അത്ര വ്യക്തമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രയാസം കാണുന്നത്. ഇത് ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല, ഒരുപക്ഷെ ഈ സമരം ചെയ്യുന്ന എല്ലാ ആശമാരുടെയും വീട്ടിലെ അവസ്ഥ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇതിപ്പോ ഭരണത്തിനെ അട്ടിമറിക്കാനായി ഇവർ നടത്തുന്ന സമരം എന്ന് പറഞ്ഞ് രാഷ്ട്രീയം പറയുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് മനുഷ്യത്വപരമായി ചിന്തിക്കാൻ കഴിയാത്തത്? ഇത്രയും ദിവസം 50 ദിവസമാകുന്നു സമരം, 47 ദിവസമായി ഇന്നേക്ക്. 48, 49 കഴിഞ്ഞാൽ 50 ദിവസത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോഴും ഇത് ഇത്ര മനക്കട്ടിയോടെ, ഇത്ര രാഷ്ട്രീയപരമായി മാത്രം ചിന്തിച്ചുകൊണ്ട് ഇവരെയൊക്കെ ഒറ്റപ്പെടുത്താൻ എങ്ങനെയാണ് ഈ പൊതുപ്രവർത്തകർക്ക്? ഇവരെയൊക്കെ പൊതുപ്രവർത്തകരെന്നാണ് നമ്മൾ നിർഭാഗ്യവശാൽ വിളിക്കേണ്ടി വരുന്നത്. ഇവർക്ക് എങ്ങനെ കഴിയുന്നു എന്നതാണ്. ഇവിടെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചോളൂ. തുടക്കം മുതൽ ഞാൻ പറയുന്നതാണ്, രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചോളൂ.